ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അശ്വി കുമാർ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു കരീന കപൂർ ഖാൻ്റെ ഐലൈനർ മേക്കപ്പ് ആണ് ചെയ്യുന്നത്. ആദ്യം ഞാൻ ഈ ഒരു കണ്ണിൽ ഒരു സട്ടിൽ വിങ് ഐലൈനർ ചെയ്ത് കാണിച്ചു തരാം. അതിനുശേഷം കരീന കപൂർ ഖാൻ്റെ എക്സാക്ട് റെപ്ലിക്കേറ്റ് ഞാൻ ഇതിലും കാണിച്ചു തരാം. സോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ എന്നെ തീരുമാനിച്ചിട്ട് നിങ്ങൾ എന്നെ ട്രൈ ചെയ്യാൻ നോക്ക്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഡു സബ്സ്ക്രൈബ്, ഓൾസോ കണ്ടിന്യൂ ടു വാച്ച്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ടെക്നിക്ക് അറിയണമെങ്കിൽ. ഓക്കെ, ഞാൻ ഒത്തിരി സംസാരിച്ച് ഈ വീഡിയോ അത്രയൊന്നും സ്ട്രെച്ച് ചെയ്യാൻ പോകുന്നില്ല, കാരണം കുറേ നാൾ ശേഷമാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ വന്നിരിക്കുന്നത്. ആൻഡ് ലെറ്റ്സ് കീപ്പ് ഓൺ കണ്ടിന്യൂ ടു ഡു ദിസ് വീഡിയോസ്. ഇഫ് യു ഓൾ സപ്പോർട്ട് മീ, നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് അത്യാവശ്യമാണ്. അതാണ് എനിക്ക് ഒരു മോട്ടിവേഷൻ വരുന്ന വീഡിയോസൊക്കെ ഉണ്ടാക്കാൻ. എന്താ പറയുക, കുറച്ച് ഇൻട്രോവേർട്ട് ആയെന്നാണ് എൻ്റെ ഒരു സംശയം. പക്ഷേ നൗ ഐ എം ട്രൈങ് ടു ഓപ്പൺ അപ്പ്. സോ സപ്പോർട്ട്, ഡു സബ്സ്ക്രൈബ് ആൻഡ് ഓൾസോ ഷെയർ ടു യുവർ ഫ്രണ്ട്സ്. യെസ്, സോ ലെറ്റ്സ് കണ്ടിന്യൂ. ഓക്കെ ഗൈസ്, സോ ഞാനിപ്പോൾ എൻ്റെ ബേസൊക്കെ ചെയ്തിരിക്കുകയാണ്. ആൻഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് കോണ്ടോറിങ്. നമുക്ക് ഇനി നമ്മുടെ ഐസ് ചെയ്യാം. ലുക്കിന് വേണ്ടി ഞാൻ ഹുഡ ബ്യൂട്ടി എംപവേർഡ് ഐ ഷാഡോ പാലറ്റ് എടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള ഐ ഷാഡോ പാലറ്റ് എടുക്കാം. ബേസിക്കലി കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സ് കാണുന്നത്, ഡാർക്ക് ഡീപ്പസ്റ്റ് ബ്രൗൺ, ബ്ലാക്ക് ഷെയ്ഡ്സ് ഒക്കെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഐ ഷാഡോ പാലറ്റാണ്. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ദിസ്. തന്നെ ഈ കാണുന്ന ഷെയ്ഡ് എടുക്കാൻ പോകുന്നത് ബേസിക്കലി ഇത് നമുക്ക് ഐലൈനറായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ്. കാരണം ഇതൊരു കേക്കി പോലെയാണ്. ഞാനിപ്പോൾ എൻ്റെ ബ്രഷ് വെച്ച് ഡിപ്പ് ചെയ്യാണ്. സോ നമുക്കത് റഫായിട്ട് ഐലൈനർ വരയ്ക്കാം. ഇനി ഞാൻ എൻ്റെ പെൻസിൽ ബ്രഷ് എടുക്കുകയാണ്. ഇതിനേക്കാളും വളരെ തിന്നായിട്ടുള്ള പെൻസിൽ ബ്രഷ് ആണെങ്കിൽ ബെസ്റ്റാണ്. സോ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതേ ഉള്ളൂ. സോ ഇത് വെച്ച് ഞാൻ ഒന്ന് സ്മഡ്ജ് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ വളരെ സട്ടിലായിട്ട് സ്മഡ്ജ് ചെയ്തിരിക്കുകയാണ്. ഇനി ഞാൻ അടുത്ത ഷെയ്ഡ് എടുക്കാൻ പോകുന്ന ഈ ബിഗ് ഡ്രീംസ് എന്ന് പറഞ്ഞ ഷെയ്ഡ്, നടുക്കുള്ള ഷെയ്ഡ്, അത് യൂസ് ചെയ്യാൻ പോകണം. അതിൻ്റെ പുറത്ത് ജസ്റ്റ് ഒന്ന് ജെന്റിലായിട്ട് ടാപ്പ് ചെയ്യാൻ പോകാം. സോ അതിന് വേണ്ടി ഒരു ഫ്ലഫി ബ്രഷ് എടുക്കണം. പക്ഷെ ഇതിനേക്കാളും തിന്നായിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ്. ഇനി ഞാൻ ഇതിലുള്ള ഏറ്റവും ലൈറ്റസ്റ്റ് ഷെയ്ഡ് എടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഏറ്റവും ലൈറ്റസ്റ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ കോമ്പാക്റ്റ് വരെ യൂസ് ചെയ്യാൻ പറ്റും. സോ എൻ്റെ ഇതിലുള്ള ഏറ്റവും ലൈറ്റസ്റ്റ് ഷെയ്ഡ് പവറാണ്. സോ പവർ ഷെയ്ഡ് എടുക്കുകയാണ്. ആൻഡ് ഇതിൻ്റെ പുറത്ത് ഓവറോൾ ആയിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് ഒന്ന് സോക്കറ്റിൻ്റെ പുറത്ത് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ റെനെ മിഡ് നൈറ്റ് പെൻസിൽ എടുക്കുകയാണ്. നമുക്ക് ഇതും ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇത് ഇവിടെ വെച്ച് ഫിനിഷ് ചെയ്യാൻ പോവാണ്. അടുത്ത വാട്ടർ ലൈനിന് വേണ്ടി ഏറ്റവും ലൈറ്റസ്റ്റ് ബ്രൗൺ ഷെയ്ഡ് എടുക്കുകയാണ്. ഇതിൽ കീപ് ഗോയിങ് ഷെയ്ഡാണ് ഉള്ളത്. സോ ഇത് വെച്ച് താഴെ ഒന്ന് ഡസ്റ്റ് ഓഫ് ചെയ്യാണ്. അടുത്തതായി നമുക്ക് ഇവിടെ ഒന്ന് ടൈറ്റ് ലൈൻ ചെയ്യാം വിത്ത് എ ബ്ലാക്ക് കാജൽ. താഴെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെയിം കാജൽ, ഹുഡ ബ്യൂട്ടിയുടെ കാജൽ തന്നെ ഉണ്ട്, പർപ്പസ് എന്ന് പറഞ്ഞ ഷെയ്ഡ്. ഹാഫായിട്ട് ചെയ്തിട്ട് ബാക്കി നമുക്കൊന്ന് സ്മഡ്ജ് ചെയ്യാം. വീണ്ടും ഫ്ലഫി ബ്രഷ് എടുത്തിട്ട് ഇതിൻ്റെ പുറത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകും. കുറച്ചും കൂടി ഡാർക്കൺ ചെയ്യാൻ പോവാണ്. സോ ഇതൊരു ടെക്നീക്കാണ്. ഇനി ഇതിൽ വേറൊരു ടെക്നീക്ക് ഞാൻ കാണിച്ചു തരാം. ഞാനിനി ലെൻസ് ഇട്ട് വരാൻ പോവാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ഐഡിയ കിട്ടാൻ പോകുന്നത്. ഇതിൻ്റെയും ഏകദേശം റെപ്ലിക്ക പോലത്തെ ഐ ലുക്കാണ് ഞാൻ റീക്രിയേറ്റ് ചെയ്യുന്നത് പറ്റും. സോ അടുത്തതായിട്ട് ഞാൻ ഈ 2 ഐലൈനർ മാത്രമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് ക്യാരക്ടർ കോസ്മെറ്റിക്സിൻ്റെ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് നമ്മൾ ഐലൈനറായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഏറ്റവും ലൈറ്റസ്റ്റ് ഷെയ്ഡ് ബാർ എടുക്കുകയാണ്. ആൻഡ് ഇതിൻ്റെ പുറത്ത് ഫുൾ ഒന്ന് ഞാൻ ഒന്ന് ഓടിച്ചു പോവാണ്. കാര്യം ഇത് വളരെ ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് അറിയില്ല, എന്താ ഒരു പീച്ചി ന്യൂട്രൽ ഷെയ്ഡ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇനി ഞാൻ ക്യാരക്ടർ കോസ്മെറ്റിക്സിൻ്റെ പെൻസിൽ എടുത്തിട്ട് വരയ്ക്കാൻ പോവാണ്. കുറച്ച് റഫായിട്ട് വരച്ചാൽ മതി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാരക്ടർ കോസ്മെറ്റിക്സിൻ്റെ പെൻസിൽ, ബിക്കോസ് വളരെ ക്രീമിയാണ്. ആൻഡ് നമുക്ക് എന്താ പറയുക, ശരിക്കും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐലൈനറാണ്. ബ്ലെൻഡ് ചെയ്യാണ്. അതുപോലെ തന്നെ നമുക്ക് താഴെയും ഇതിലുള്ള വെച്ച് തന്നെ താഴോട്ടും ബ്ലെൻഡ് ചെയ്യാം. പുറത്ത് വീണ്ടും വളരെ ലൈറ്റസ്റ്റ് ഷെയ്ഡ് വെച്ചിട്ട് തന്നെ ഞാൻ ഒന്ന് ബ്ലെൻഡ് ചെയ്യാണ്. ഒരു സട്ടിൽ ഫീൽ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ.
അത്രയും ഓവറായിട്ടും തോന്നില്ല. ഇനി നമുക്ക് റെനയുടെ ഐലൈനർ വെച്ചിട്ട് വളരെ തിന്നായിട്ട് ഒന്ന് ലൈൻ ചെയ്യാം. സ്ലോലി ബിൽഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ വളരെ തിന്നായിട്ട് പുറത്ത് മാത്രം വരച്ചിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ താഴത്തെയും നമുക്ക് വരയ്ക്കാം. പുറത്ത് മാത്രം കൊടുത്താൽ മതി. ഇത് ഇത്ര ഉള്ളൂ. ഇനി ഇതിൻ്റെ പുറത്ത് ഞാൻ വളരെ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ഇവിടെ ചെയ്ത പോലെ തന്നെ സെയിം ഷെയ്ഡ് ഞാൻ ഇവിടെ എടുക്കുകയാണ്. ഇത്രേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ആ ഒരു ബ്ലാക്ക് കാജിലെ ലൈനിങ് കാണണമെങ്കിൽ ഒന്ന് വേണമെങ്കിൽ വളരെ തിൻ ബ്രഷ് വെച്ചൊന്ന് ലൈൻ ചെയ്യാം. വളരെ തിന്നായിട്ടാണ്. ആൻഡ് ദെൻ ഇവിടെ വെച്ച് ഡിസപ്പിയർ ആവുന്ന ഓൾമോസ്റ്റ് ലൈക്ക് 3/4 ആകുമ്പോൾ ലൈൻ ഡിസപ്പിയർ ആവുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഓൾസോ ഇനി താഴത്തെ ലോവർ ലാഷിന് വേണ്ടി ഏറ്റവും ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുക്കുകയാണ്. ഇതിൽ ഷെയ്ഡ് കോൺഫിഡൻറ്റ് എന്നാണ് ഡാർക്ക് ബ്രൗൺ. അത് വെച്ചൊന്ന് ഫില്ല് ചെയ്യാണ്. സോ ഇതാണ് 2 ടെക്നീക്സ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. നിങ്ങൾക്കും ഇത് തന്നെയായിരിക്കും എനിക്ക് ആ ഒരു ഫീലിംഗ്. കാരണം ഞാൻ ആക്ച്വലി ഒരു വിങ്ഡ് ഐലൈനർ പേഴ്സണാണ്. എനിക്ക് വിങ്ഡ് ഇഷ്ടമാണ്, ഒരു സട്ടിൽ വിങ് എങ്കിലും. പക്ഷെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി 2 വേരിയേഷൻസ് ചെയ്യുകയാണ്. ഇത് എൻ്റെ ടെക്നീക്കാണ്. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് വളരെ എന്താ പറയുക ഈസിയാണ് ഇതിനെക്കാളും. ഇത് വിങ് ആവാൻ അറിയാതെ ഇച്ചിരി പണിയൊക്കെ ആയിരിക്കും. എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്. സോ ഞാൻ ഇതൊന്ന് എൻ്റെ വിങ് കളഞ്ഞിട്ട് ഇതുപോലെ ആക്കിയിട്ട് ഇപ്പോൾ വരാം. ഗൈസ്, ഞാനിപ്പോൾ മസ്കാരയും കൂടി ഇട്ടിരിക്കുകയാണ്. നോ ഫോൾസ് ലാഷസ്. ഈ ഒരു ഐ ലുക്ക് പവർഫുൾ ആക്കുന്നത് നമ്മൾ മസ്കാര ഇട്ടാൽ മാത്രമാണ്. സോ ഫൈനൽ മസ്കാരയും കൂടി ഇട്ടപ്പോൾ ശരിക്കും എനിക്ക് തോന്നി ആ കരീന കപൂർ ഖാൻ്റെ റെപ്ലിക്ക ഐ മേക്കപ്പ് തന്നെ ആയിരിക്കുകയാണ്. ആൻഡ് ഐ ആബ്സല്യൂട്ട്ലി ലവ് ദിസ് ലുക്ക്. നിങ്ങളുടെ ഇഷ്ടമുള്ള ടെക്നിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഐഷാഡോ പാലറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് യൂസ് ചെയ്യാം. അതർവൈസ് നിങ്ങൾക്ക് 2 ഐലൈനർ പെൻസിൽ മാത്രം മതി. സോ അത് വെച്ചും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് ഫൈനലായിട്ട് വരാം കേട്ടോ. ഗൈസ്, ഇതാണ് ഫൈനൽ ലുക്ക്. ഈ ഒരു ഐ മേക്കപ്പ് ശരിക്കും കംപ്ലീറ്റ് ആവുന്ന ഓൺലി ആഫ്റ്റർ മസ്കാര ഓർ ഫോൾസ് ലാഷസ്. സോ കരീന കപൂർ ഖാൻ്റെ ഒരു ഐ മേക്കപ്പ് ലുക്ക് ഞാനിവിടെ റെപ്ലിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇതിന് വേണ്ടി ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഐഷാഡോ പാലറ്റ് എടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് 2 ഐലൈനർ പെൻസിൽസ്. Well guys, thank you all for watching. ഇനി വീണ്ടും വരാം പുതിയ വീഡിയോസ് ആയിട്ട്. ആൻഡ് take care, love you guys, God bless.